اوكي اوكي اوكي. ഇത് ബോട്ടി ഇങ്ങനെ കഴിക്കുന്നുണ്ടോ? മാരി കിടന്നു നടന്നോ? ആട് കണ്ട ആടിൻ്റെ രൂപ അല്ല ഓക്കെ. ഇവിടെ മട്ടൻ്റെതും ഉണ്ട്. നല്ല കണ്ടില്ലേ മട്ടൻ്റെ തലയും കുടലും ഒക്കെ. كل يا مبارك. اوكي اوكي. لا يوتيوب ഇവിടെയൊക്കെ കൂടുതലും പാകിസ്ഥാനികളാണ് ഉള്ളത് കേട്ടോ. വിദേശികളാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്തുള്ളത്. അതായത് രാവിലെ മുതൽ ഉച്ച വരെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ആ സമയത്ത് മൊത്തം വൈകിട്ട് വരെയൊക്കെ സൗദികളായിരുന്നു കൂടുതൽ. ഇവിടെ സൗദികളും എല്ലാ രാജ്യക്കാരും ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ രാവിലെ തുടങ്ങിയ കച്ചവടം ഈ പെരുന്നാൾ സമയത്ത് ഇങ്ങനെയാണ്. രാവിലെ തുടങ്ങിയ കച്ചവടം രാത്രി 12-1 മണി വരെ ഇവിടെ ഉണ്ട്. ഇതേപോലെ പെരുന്നാളിൻ്റെ തലേ ദിവസവും പെരുന്നാളിൻ്റെ അന്നൊക്കെ ഇതേപോലെ ഈ തിരക്കോട് കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഈ കച്ചവടം ഇവിടെ ഉണ്ടാവും. കണ്ട ഇത്രയും കണ്ട ആൾക്കാരിങ്ങനെ ഓരോ കടകളുടെ മുമ്പിലും ഇത്രത്തോളം തിരക്കുണ്ട്. ചില ഒഴിഞ്ഞ കടകൾ മാത്രമേ ഉണ്ടാവൂ. Oh,
അയാൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് മൊത്തം പാകിസ്ഥാനികളെന്നാണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മൊത്തം പാകിസ്ഥാനികൾ തന്നെയാണ് കൂടുതൽ. ഈ സമയങ്ങളിൽ പാകിസ്ഥാനികളാണെന്നൊന്നും കൂടുതൽ. ഇവിടെയൊക്കെ ആവശ്യം പോലെ സാധനങ്ങൾ വാരി നിറച്ചിരിക്കുകയാണ്. നീ എന്നെ എത്ര 1 മണി അല്ല 2 മണി വരെ കച്ചവടം ചെയ്താൽ തന്നെയും സാധനം സ്റ്റോക്ക് തീരില്ല. അത് മാത്രമല്ല, തീർന്നാൽ തന്നെ അടുത്ത ലോറിയിൽ വേറെ കൊണ്ടുവരിക, അടുത്ത സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എല്ലാ കടകളിലും സ്റ്റോക്ക് ചെയ്തിട്ടിരിക്കുക. ഇതെന്തോന്നറിയാം, ഈ കടയിലൊക്കെ വാരി നിറച്ച് വെച്ചിരിക്കുക. അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാൻ വയ്യ, അത്രയ്ക്കും നോക്കിയാണ്. എണ്ണയാൽ തന്നെ ശരിക്കുണ്ട്. എത്ര ഫുള്ളാക്കി നിർത്തിയിരിക്കുക കേട്ടാ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ തിങ്ങി നിറച്ച് കടയിൽ നിർത്തിയിരിക്കണേ. ഇത് ഇപ്പം വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തുമാത്രം സാധനം ഇതേപോലെ പോയെന്നറിയുമോ? ഇതിപ്പോൾ ഞാൻ അങ്ങേ തലക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇങ്ങേ ഒരു സൈഡിൽ എത്തിയിട്ടേ ഉള്ളൂ. നീ എന്താ ഇറച്ചിയൊക്കെ മേടിച്ചാ? നീ ഉഷാറായി മേടിച്ച്. നല്ല തിരക്കുണ്ടല്ലോ, നല്ല തിരക്ക്. അതായത് ഇപ്പൊ സമയം നമ്മൾ രാത്രിയാണ്, അപ്പൊ എന്നിരുന്നാൽ തന്നെ നല്ല തിരക്കുണ്ടല്ലേ? ഇത് കഴിയുമ്പോ അല്ലേ രാത്രി 2 മണി വരെ ഉണ്ടാവും ഇത്രയും തിരക്ക്. ഇത് തീർന്നൊന്നുമില്ല. ഇത് രാവിലെ പോലെ തുടങ്ങിയതല്ലേ? സമ്മതിച്ചേട്ടാ, എത്ര കിലോ വെട്ടിമറിച്ചിട്ടുണ്ടാവും അല്ലേ ഇപ്പം? ഇഷ്ടംപോലെ. ഈ ഫ്രീസറിനകത്തൊക്കെ എന്തുമാത്രം സാധനം കയറ്റി വെച്ചിരിക്കണമെന്ന് അറിയാം. നമ്മുടെ നാട്ടിനെ പോലത്തുള്ള ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഇല്ലാതാവില്ല. ഇത്ര ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, അവർ ക്ലിയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വാരി വലിച്ചിങ്ങനെ ഇട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ ഇല്ല.
ഒട്ടുമിക്ക എല്ലാ കടകളിലും നല്ല ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ കണ്ടോ. അതേപോലെ തന്നെ കസ്റ്റമറും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും പാകിസ്ഥാനികളാണ് ഈ നേരത്ത് ഇറങ്ങിയത് കേട്ടോ. മൊത്തം കൂടുതലും ഞാൻ കണ്ടത് കൂടുതലും പാകിസ്ഥാൻ കസ്റ്റമറുകളാണ് കൂടുതൽ കണ്ടത്. പിന്നെ നമ്മുടെ മലയാളികളും ഉണ്ട്. മലയാളികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. എനിക്കൊണ്ട് നേരത്തെയൊക്കെ മേടിച്ചവർ നേരത്തെ പോയി കാണും, തീരുന്നതിന് മുമ്പേ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കടയിൽ കൂടുതലും ബീഫാണെന്ന് തോന്നുന്നു. അതാണ്ട് കണ്ട, ഇത് കൂടുതൽ ബീഫാണ്. മട്ടനും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ആ സൈഡിലുണ്ട് മട്ടനും. പക്ഷേ എന്നിരുന്നാൽ തന്നെ ബീഫാണ് ഇവർ ഈ കടയിൽ കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. കാരണം ബീഫ് തന്നെ കാണാവുള്ളൂ. ഇപ്പുറത്തൊക്കെ കണ്ട ബീഫും ഉണ്ട്, അതേപോലെ തന്നെ മട്ടനും ഉണ്ട്. ഓരോന്നിനും ഓരോ സെക്ഷൻ പോലെയാണ് ഓരോ കടകളിൽ. ചില കടക്കാർ ബീഫ് മാത്രമേ എടുക്കുകയുള്ളൂ, ചില കടക്കാർ മട്ടൻ, പിന്നെ ചില കടക്കാർ മിക്സ് ചെയ്തും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്ക്. കണ്ടോ, വഴിയൊക്കെ ബ്ലോക്ക് ആയതുപോലെ. എന്നാ നല്ല തിരക്കുണ്ട് ഇവിടെ. മുഴുവൻ ആടുകളെയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇതിനെ കട്ട് ചെയ്ത് 1 കിലോ 1.5 കിലോ അങ്ങനെ കൊടുക്കൂല. കസ്റ്റമർ ചോദിക്കുമ്പോൾ പകുതി ആട്, അതിൻ്റെ കാൽഭാഗം ആട്, ആ രീതിയിലൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ചില്ലറയായിട്ട് നമ്മൾ 1 കിലോ ഒക്കെ ചോദിച്ചാൽ കൊടുക്കുന്ന കടകളുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ നടത്തുന്ന കടകളാണ്. ഇവിടെ കൂടുതലും ഈജിപ്ഷ്യൻസാണ്, മിസ്രികളെന്ന് പറയും. ഈ यूट्यूब में चढ़ा रहा। हाँ ഈ ഏരിയയിലൊക്കെ ആൾ ഇച്ചിരി കമ്മിയാണെന്ന് തോന്നുന്നു, കുറവാണെന്ന് തോന്നുന്നു. ഏകദേശം കഴിഞ്ഞതായി. ഈ കടയിലൊക്കെ കാലിയായി. കണ്ട, ഇനി കുറച്ച് സാധനങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ തീർന്ന്. പിന്നെ ഇത് കണ്ട, ഇറച്ചി കട്ട് ചെയ്ത് കൊടുക്കണ്ട മെഷീനിലാണ്ട. നേരത്തെ വെജിറ്റബിളിലോട്ട് നമ്മൾ കയറി. വെജിറ്റബിൾ, പിന്നെ ഇവിടെ തന്നെ ചിക്കൻ്റെ ഏരിയ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ. ഇന്നിപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ ഈ ഇറച്ചിയുടെ മാത്രമേ എടുക്കുള്ളൂ. ഇതൊക്കെ ഉണ്ടോ, ഇവിടെ ഓരോ ഇലകളൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അവിടെ ഇരുന്നിട്ട് കേട്ടോ. ഇത് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ബാക്കിയുള്ള ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ്. ഇതൊന്നല്ല, അനേകം ഷോപ്പുകളുണ്ട് ഇവിടെ. അത് ഇറച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി അടുത്ത ചിക്കനിലും വെജിറ്റബിളിലോട്ടും കയറി. കണ്ട, റൈറ്റിലും ലെഫ്റ്റ് അവർ കണ്ട, അവർ ഈ ഇലകളൊക്കെ കണ്ട കെട്ടി സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. ബൂഫിയുണ്ട്. ബൂഫിയ മീൻസ് ടീ ഷോപ്പുണ്ട്. തൊട്ടടുത്ത് ഹോട്ടലുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അതും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാലേ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നമ്മൾ പറയാറില്ലേ, ഭക്ഷണ സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കസ്റ്റമറെ ആശ്രയിക്കുന്നതും അതുകൊണ്ടാണ്.
ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഫിഷ് ആണെങ്കിലും ഇനിയിപ്പോൾ അതല്ല ഗ്രോസറിക്ക് ഔട്ട് സൈഡിൽ പോയി കഴിഞ്ഞാൽ അതുമുണ്ട്. ഓക്കെ ബായ്. ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ അവർക്ക് മനസ്സിലായി ഞാൻ വ്ളോഗിങ്ങിൻ്റെ ഇത് വീഡിയോ എടുക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലോട്ട് പോകുന്നത് ഇത് കണ്ട അടുത്ത് വേറൊരു ടീ ഷോപ്പാണിത്. ഏത് മുബാറക്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നുണ്ട്. ഞാൻ മീനിലോട്ട് കയറിയിട്ടില്ല, ഫിഷിലോട്ട് ഞാൻ കയറിയിട്ടില്ല. ഫിഷിലോട്ട് ഞാൻ വേറൊരു ദിവസത്തെ വ്ളോഗിലോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം ഞാൻ വരാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.